അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ളുഹാ നമസ്കാരത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്നവരിൽ ഏറെ പേരും ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നവരാകാം. മാഷാ അല്ലാഹ്, ഇനിയും നിലനിർത്താൻ ശ്രമിക്കണം. എന്നാൽ നമ്മിൽ ഭൂരിഭാഗം പേരും നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ മടി കൊണ്ട് അതിൽ അലസമാക്കപ്പെട്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും പിന്തിരിഞ്ഞ് നിസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണേ സഹോദരങ്ങളെ. ളുഹാ നിസ്കാരത്തിന്റെ സമയം ഏതെന്നാൽ സുബ്ഹിയുടെ സമയം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റിന് ശേഷം മുതൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ്. ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ളുഹാ നമസ്കാരം നമസ്കരിക്കാൻ ശ്രമിച്ചേക്കണേ. ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും കൂടിയാൽ 8 റക്അത്ത് വരെ നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ളുഹാ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഓതാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സൂറത്തുകൾ ഏതെന്നാൽ സൂറത്തുൽ ഷംസ്, സൂറത്തുൽ ളുഹ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. എന്നാൽ ഇനി ഈ സൂറത്തുകൾ അറിയാനിട്ട് നിങ്ങൾ നിസ്കരിക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സൂറത്തും ഓതി നമസ്കരിക്കാവുന്നതാണ്. ഇനി ളുഹാ നമസ്കാരം നമസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളെ കുറിച്ച് നമുക്കിവിടെ പറയാം. ളുഹാ നമസ്കാരം നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നാൽ മനസ്സിന് സമാധാനം ലഭിക്കും. മനസ്സിന് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് തൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട്, വിഷമം ഇതെല്ലാം നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ളുഹാ നമസ്കാരം പതിവാക്കാം. ടെൻഷൻ പിടിച്ച ലോകത്ത് ളുഹാ നിസ്കാരം എന്തെന്നാൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. രണ്ടാമത്തെ നേട്ടം എന്തെന്നാൽ ളുഹാ പതിവാക്കുന്നവർക്ക് അശ്രദ്ധ ഉണ്ടാവുകയില്ല. പഠിക്കുന്ന കുട്ടികൾക്കും ളുഹാ നമസ്കരിക്കാവുന്നതാണ്. അതുപോലെ കച്ചവടക്കാർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് എന്നിവർക്കെല്ലാം ളുഹാ പതിവാക്കാവുന്നതാണ്. തൻ്റെ സ്വന്തം കാര്യങ്ങളിൽ അശ്രദ്ധ വരരുതേ എന്ന് ചിന്തിക്കുന്നവർക്ക് ളുഹാ നിസ്കാരം അതൊരു വലിയ അനുഗ്രഹമാണ്. മൂന്നാമത്തെ നേട്ടം എന്തെന്നാൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ ദിക്റും സ്വലാത്തും തസ്ബീഹുമൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്ന് ളുഹാ നമസ്കരിച്ചാൽ അള്ളാഹു അവന് നൽകുന്ന നേട്ടം എന്തെന്നാൽ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. എത്ര വലിയ കൂലിയാണല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അൽഹംദുലില്ലാഹ്, ളുഹാ പതിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ നേട്ടം എന്തെന്നാൽ എത്ര പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അതെല്ലാം അള്ളാഹു തആല ക്ഷമിച്ചു പുറത്തു കൊടുക്കും. അതിപ്പോൾ നമ്മൾ കടലിലെ നുരയോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. അഞ്ചാമത്തെ നേട്ടം ളുഹാ നിസ്കാരം കഴിഞ്ഞ് ഒരുവൻ തസ്ബീഹ് ചൊല്ലിയാൽ അവൻ നാളെ നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. നരകത്തിലെ ചുട്ടുപൊള്ളുന്ന അഗ്നിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ളുഹാ നമസ്കാരം നമസ്കരിച്ചവരെ പ്രത്യേകിച്ച് പാപമോചനത്തിലേക്ക് വിടുന്നതാണ്. ഇതിൽ ആറാമത്തെ നേട്ടം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നേട്ടമാണ്. സ്വർഗത്തിൽ ളുഹാ എന്നൊരു കവാടമുണ്ട്. ഖിയാമത്ത് നാളിൽ ഒരാൾ വിളിച്ചു പറയും, ളുഹാ നിസ്കാരം പതിവാക്കിയവർ എവിടെ? ഇത് നിങ്ങളുടെ കവാടമാണ്. ഇതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവിൻ. മാഷാ അല്ലാഹ്, ളുഹാ എന്ന സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ ഏഴാമത്തെ നേട്ടം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മുമ്പേ അറിവുള്ളതാവാം. ദിവസവും 360 രൂപ സ്വതക്ക നൽകണം. അത് എന്തിനെന്നാൽ സർവശക്തനായ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ 360 ജോയിൻസുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നടക്കാനും ഇരിക്കാനും വളയാനും എന്തിന് ഒന്ന് ചലിക്കാൻ പോലും സാധിക്കുന്നത്. ഈ ഓരോ ജോയിൻസിനും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നാം സ്വതക്ക കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദിവസവും 360 രൂപ സ്വതക്ക നൽകണം. അല്ലെങ്കിൽ 360 അൽഹംദുലില്ലാ ചൊല്ലുക. അതുമല്ലെങ്കിൽ 360 സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ 360 തുല്യമായി എന്തെങ്കിലും സ്വതക്ക നൽകുക. ഇതിനൊന്നിനും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. 360 ജോയിൻസിനുള്ള സ്വതക്കയുടെ കടം വീഴണമെങ്കിൽ നിങ്ങൾ ളുഹാ നമസ്കരിച്ചാൽ മതി. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധവാനാണ്. എട്ടാമത്തെ നേട്ടം എന്തെന്നാൽ
ലുഹാ നിസ്കാരം ശരീരവേദനയ്ക്കുള്ള ഒരു മരുന്നു കൂടിയാണ് കിട്ടും. ഈ നിസ്കാരം പതിവാക്കുന്നവർക്ക് മുട്ടുവേദന, ഊരുവേദന, കൈകാൽ വേദന അങ്ങനെ ഒരു വേദനയും ഉണ്ടാവില്ല. 9ാമത്തെ നേട്ടം എന്തെന്നാൽ ലുഹാ നിസ്കാരം കൊണ്ട് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഉദ്ദേശവും നമ്മുടെ വിഷമവുമെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇതിനു വേണ്ടി നാം ചെയ്യേണ്ടത് ലുഹാ നിസ്കാര ശേഷം ലുഹാ സൂറത്ത് ഓതുക. വല്ലുഹാ വല്ലൈലി ഇസാ സജാ. ആ സൂറത്ത് 7 ദിവസം തുടർച്ചയായി ഒന്ന് ചെയ്തു നോക്കൂ. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കാതെ പോയി മനസ്സിൽ വിചാരിക്കുന്ന, ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിച്ച് നടക്കാത്ത ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ലുഹാ നമസ്കാരം പതിവാക്കി ഒന്ന് ചെയ്തു നോക്കുക. ദിവസവും പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി ലഭിക്കണമെങ്കിൽ ലുഹാ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും 360 സദക്ക ലഭിച്ച കൂലി ലഭിക്കുവാനും ഇനി നിങ്ങൾ എല്ലാവരും ലുഹാ നമസ്കാരം പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.